قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كل المؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون وكل المؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വ്യത്യസ്തങ്ങളായ വിചാരങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വികാരവും ആഗ്രഹവും ആവശ്യവുമാണ് മനുഷ്യൻ്റെ വിശപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ദാഹം എന്ന് പറയുന്ന വികാരം അല്ലെങ്കിൽ ആവശ്യം. വേറൊന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ സുപ്രധാനമായ മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികത, ലൈംഗിക വികാരം എന്നൊക്കെ പറയുന്നത്. അത് ഓരോരുത്തരും അവരുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് അത് നൈസർഗികമായി തന്നെ, നാച്ചുറലായി തന്നെ മനുഷ്യനിലുള്ള വികാരങ്ങളാണ്. അതുകൊണ്ട് അത് അടിച്ചമർത്തപ്പെടേണ്ട ഒരു വികാരമോ അല്ലെങ്കിൽ ആക്ഷേപാർഹമായ ഒരു വികാരമോ അതിനെക്കുറിച്ച് പറയുന്നത് അശ്ലീലമോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് മനുഷ്യനിലുള്ള ലൈംഗിക വിചാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂമിൽ 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ഒമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒമിൻ ആയാതിഹി, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങളെ നാം സൃഷ്ടിച്ചു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെയും ഞാൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു, അവരിലൂടെ നിങ്ങൾ സമാധാനവും ശാന്തിയും കണ്ടെത്താൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ മവദ്ദത്തും റഹ്മത്തും ഞാൻ സൃഷ്ടിച്ചു. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നതും ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഈ മവദ്ദത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹം എന്ന് മലയാളത്തിൽ പറയാൻ പറ്റുന്നൊരു വാക്കല്ല, അല്ലെങ്കിൽ ലവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇതിനേക്കാൾ അപ്പുറം ആഴമുള്ള ഒരു വാക്കാണ് ഈ മവദ്ദത്ത് എന്ന് പറയുന്നത്. അതായത് പുരുഷന് പുരുഷനോട് തോന്നുന്ന, സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്ന, മാതാപിതാക്കൾക്ക് മക്കളോട് തോന്നുന്ന, സുഹൃത്തുക്കൾക്ക് തൻ്റെ അടുത്ത സുഹൃത്തിനോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ചല്ല മവദ്ദത്ത് എന്ന് പറയുന്നത്. അതിനപ്പുറം സെക്ഷൽ ഫ്ലേവറുള്ള, ലൈംഗിക ചുവയും മണവുമുള്ള, രതിബോധത്തിൽ അധിഷ്ഠിതമായ
ഒരു സ്നേഹത്തിനാണ് പറയുന്നത് മവദ്ദത്ത് എന്ന് പറയുന്നത്. അതൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു ബോധം സൃഷ്ടിച്ചു, ഒരു പ്രണയബോധം സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ദൈവികമായ വരദാനമാണ് എന്ന്. വിശപ്പിനെ കുറിച്ച് ഇത് ദൃഷ്ടാന്തമാണ് എന്നുള്ള പറഞ്ഞിട്ടില്ല. ദാഹം അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിലും ഇതൊരു ദൃഷ്ടാന്തമാണ് എന്നുള്ള പറഞ്ഞിട്ടില്ല. മറിച്ച് ഇണകളെ സൃഷ്ടിക്കുകയും എന്നിട്ട് നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി വെക്കുകയും ചെയ്തത് ഒരു ദൃഷ്ടാന്തമാണ്. കാരണം ഒരു കോഡ്ലെസ് ആയിട്ടുള്ള ഒന്നാണ് ഈ മവദ്ദത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ അതുകൊണ്ട് അത് അടിച്ചമർത്തപ്പെടേണ്ട ഒരു വികാരമല്ല, ആക്ഷേപാർഹമായ ഒരു വികാരവുമല്ല, അതിനെക്കുറിച്ച് രഹസ്യമായി ചർച്ച ചെയ്യേണ്ട കാര്യവുമല്ല, ആരോഗ്യകരമായി തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അത് ദൃഷ്ടാന്തമായി അവതരിപ്പിച്ചതും അതുപോലെ തന്നെ അതിനെ അടിച്ചമർത്തുന്ന സെലിബസി പോലുള്ള ബ്രഹ്മചര്യ പോലുള്ള സംഗതിയെ ഇസ്ലാം നിരാകരിക്കാനുമുള്ള കാര്യം അതുകൊണ്ടാണ്. ഒരാത്മീയമായ ഔന്നിധ്യത്തിൻ്റെ പേരിലും മനുഷ്യന്റെ ലൈംഗികതയെ അടിച്ചമർത്താൻ പാടില്ല എന്ന നിലപാടാണ് ഇസ്ലാമിനുള്ളത്. ഒരു ആത്മീയമായ ഔന്നിധ്യത്തിൻ്റെ പേരിലും ആത്മീയമായി ഉയരാനുള്ള താല്പര്യങ്ങളുടെ പേരിൽ ലൈംഗിക വികാരത്തെ സപ്രസ് ചെയ്യുന്ന, അടിച്ചമർത്തുന്ന ഒരു സമീപന രീതി ഇസ്ലാമിനില്ല. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മീയമായ ഔന്നിധ്യം കരസ്ഥമാക്കിയ ആളുകൾ പ്രവാചകന്മാരാണ്. ഈ പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയതൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഞാൻ അനവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഇണകളുണ്ടായിരുന്നു, അവരെല്ലാം കുടുംബജീവിതം നയിച്ചവരാണ്, അവർക്കെല്ലാം മക്കളുണ്ടായിരുന്നു. ആത്മീയമായി അവരോളം ഉയരാൻ ലോകത്ത് മറ്റ് സാധാരണ മനുഷ്യർക്ക് ആർക്കും കഴിയില്ല. അവർ എത്ര വലുതാണെങ്കിലും അത്രയും ആത്മീയമായ നിലവാരത്തിൽ എത്തിപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് പോലും ഇണകളും സന്താനങ്ങളും ലൈംഗികതയും കുടുംബജീവിതവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് അടിച്ചമർത്തപ്പെടേണ്ട, ആത്മീയതയുടെ പേരിൽ അടിച്ചമർത്തപ്പെടേണ്ട ഒരു വികാരമല്ല, അശ്ലീലമായ ഒന്നല്ല ലൈംഗിക വികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാപമല്ല, പാവനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പാപമല്ല. ലൈംഗിക വികാരം എന്ന് പറയുന്നത് ദൈവികമായതുകൊണ്ട് തന്നെ പാവനമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ലൈംഗിക വികാരം പാപമല്ല, പാവനമാണ് എന്ന് നമ്മൾ പറയുകയും അത് ഒരാത്മീയതയുടെ പേരിലും അടിച്ചമർത്തപ്പെടാൻ പാടില്ല, അതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറയുമ്പോഴും ഇതിനെ അനിയന്ത്രിതമായി അഴിച്ചുവിടുന്ന കാഴ്ചപ്പാടിനോടും ഇസ്ലാമിന് താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുകയാണ്. ലൈംഗിക വികാരം ആധുനികതയുടെ പേരിൽ, പുരോഗമനത്തിൻ്റെ പേരിൽ, ലിബറലിസത്തിൻ്റെ പേരിലൊക്കെ ലിവിങ് ടുഗെദർ, പരസ്പര സമ്മതത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ കൺസെൻഷ്വൽ സെക്സ്, ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ലിബറൽ സെക്സ്, അങ്ങേയറ്റം സ്വതന്ത്രമായ ലൈംഗികത എന്നൊക്കെ പറയുന്ന സമീപനത്തെ ഇസ്ലാം അതിശക്തമായി നിരാകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, 17-ാം അധ്യായത്തിൽ പറയുന്നു, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, അത് അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പരിപാടിയാണ് എന്ന്, ഒരു ഈവിൾ വേ ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നിശിതമായി അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പം ഇവിടെ ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗികതയുടെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് അത് അന്യായമായി അടിച്ചമർത്തുന്നതിനും അനിയന്ത്രിതമായി അഴിച്ചുവിടുന്നതിനും മധ്യേ ഇസ്ലാം ലൈംഗികതയെ വിവാഹത്തിലൂടെ നിയന്ത്രിക്കുകയാണ്. അത് അടിച്ചമർത്തുന്നതിനും അഴിച്ചുവിടുന്നതിനും മധ്യേ വിവാഹത്തിലൂടെ ഇസ്ലാം മനുഷ്യന്റെ ലൈംഗികതയെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലൈംഗികതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഇത് എവിടെയും പുതപ്പിച്ചു വെച്ച് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. ആരോഗ്യകരമായ ലൈംഗിക വിദ്യാഭ്യാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടേണ്ടതുണ്ട്. അത് കിട്ടാത്തതിൻ്റെ ഒരുപാട് കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ പൊതുപ്പിച്ചു വെച്ച് പറയുന്നത് കൊണ്ടാണ്, ആരോഗ്യകരമായി ഇത് പലർക്കും ചർച്ച ചെയ്യാൻ അറിയാത്തത് കൊണ്ടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി ലൈംഗിക വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് കടക്കുന്ന, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ആണിനും പെണ്ണിനും ഉണ്ടാകേണ്ടതുണ്ട്. ലൈംഗിക വികാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് കേവലം രണ്ട് വ്യക്തികളല്ല. സ്ത്രീയെയും പുരുഷനെയും കേവലം രണ്ട് വ്യക്തികളായിട്ട് അവതരിപ്പിക്കാനാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത്. സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് ആകർഷണമുള്ള രണ്ട് വ്യക്തികളാണ്. കാന്തവും ഇരുമ്പും എന്ന് പറയുന്നത് കേവലം രണ്ട് മെറ്റൽ അല്ല. കാന്തവും ഇരുമ്പും എന്ന് പറയുന്നത് പരസ്പരം ആകർഷിക്കുന്ന രണ്ട് മെറ്റലാണ്. അതുകൊണ്ട് കാന്തവും ഇരുമ്പും വച്ച്, അല്ലെങ്കിൽ കാന്തത്തെയും ഇരുമ്പിനെയും കുറിച്ച് നമ്മൾ എന്ത് ചർച്ച ചെയ്താലും, കാന്തവും ഇരുമ്പും വച്ച് നമ്മൾ എന്ത് നിർമ്മിതി ചെയ്താലും ഈ ആകർഷണം പരിഗണിച്ചുകൊണ്ട് നടത്തിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അല്ലാതെ കേവലം രണ്ട് മെറ്റലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തവും ഇരുമ്പും വെച്ച് എന്തെങ്കിലും ഒരു ഫാബ്രിക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ അത് പരാജയപ്പെട്ടു പോകും. എന്നതുപോലെ സ്ത്രീയും പുരുഷനും കേവലം രണ്ട് വ്യക്തികളല്ല, സ്ത്രീയും പുരുഷനും ആകർഷണമുള്ള രണ്ട് വ്യക്തികളാണ്. ഈ സംഗതി പരിഗണിച്ചുകൊണ്ട് വേണം സ്ത്രീയുടെ ഇടപെടലുകളും സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകളും ഇടപാടുകളെയും എല്ലാം നമ്മൾ നോക്കിക്കാണാൻ. അതിനെക്കുറിച്ച് സ്ത്രീയെയും പുരുഷനെയും കുറിച്ചുള്ള നമ്മൾ എന്ത് തത്വം മെനഞ്ഞാലും, എന്ത് സമീപന രീതി ആവിഷ്കരിച്ചാലും ഈ സുപ്രധാനമായ സംഗതി പരിഗണിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. അതല്ലെങ്കിൽ അത് അപകടത്തിലേ കലാശിക്കൂ, അരാജകത്വത്തിലേ കലാശിക്കൂ. ഇത് പറയുന്നത് ഏതെങ്കിലും മതപുരോഹിതൻ പറയുന്നതോ 6-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു പുണ്യപുരുഷൻ പറഞ്ഞതോ വേദഗ്രന്ഥം പറഞ്ഞതോ അല്ല. ഇത് ചുറ്റുവട്ടത്തേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കത് കാണാവുന്നതേയുള്ളൂ. പഠനങ്ങൾ അത് ഒരുപാട് സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ലൈംഗികതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അവർ തമ്മിൽ ആകർഷിക്കുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ട് പുരുഷന്മാരെ പോലെയോ രണ്ട് സ്ത്രീകളെ പോലെയോ അല്ല ഒരു സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത്. ഒരു കോഡിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു കോഡ്ലെസ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ, ഒരു വയറിൻ്റെയും കണക്ഷൻ ഇല്ലാതെ വളരെ ദൂരെ നിന്ന് തന്നെ അട്രാക്ഷൻ കാണിക്കുന്ന ഒരു പ്രകൃതം അവർക്കിടയിലുണ്ട്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്ത് എന്ന് പറഞ്ഞത്. ഇത് ആകർഷിക്കപ്പെടും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലൈംഗിക വികാരത്തിന് വേറൊരു പ്രത്യേകത, നമുക്ക് വിശപ്പില്ല, സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ്. നമ്മൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് ബിരിയാണി ഇരിക്കുന്നത്, ബിരിയാണിയുടെ ഒരു ചെമ്പിരിക്കുന്നത്. നമുക്കപ്പോൾ വിശക്കോ? നമുക്ക് ആർക്കെങ്കിലും വിശക്കോ? നമുക്ക് വിശപ്പില്ല. ആ ബിരിയാണി ചെമ്പ് കാണുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങോ? ഇല്ലല്ലോ. നമുക്ക് ദാഹമില്ല. നമ്മുടെ സമീപത്ത് വെള്ളമിരിപ്പുണ്ട്. ആ വെള്ളം കണ്ടാൽ നമുക്ക് ദാഹിക്കോ? നമുക്ക് ദാഹിക്കില്ല. നമുക്ക് വിശപ്പില്ലെങ്കിൽ നമ്മൾ ബിരിയാണി ചെമ്പിൽ ഇറങ്ങി നിന്നാലും നമുക്ക് വിശപ്പ് തോന്നൂല, നമ്മളത് തിന്നൂല. നമുക്ക് ദാഹമില്ലെങ്കിൽ നമ്മൾ കിണറിൽ വെള്ളത്തിലിറങ്ങി നിന്നാലും നമ്മൾ അതിനകത്ത് വെള്ളം കുടിക്കുകയുമില്ല, നമുക്ക് ദാഹിക്കുകയുമില്ല. ഇതാണ് ദാഹം, വിശപ്പ് വികാരങ്ങളുടെ പ്രത്യേകത. അത് ആവശ്യങ്ങളാവുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതാണ്. അതിന്മേൽ നമുക്ക് ചില നിയന്ത്രണങ്ങളും ഉണ്ട്. ഇനി വിശക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും. വിശപ്പ് എന്ന വികാരത്തിന് മേലും ദാഹം എന്ന വികാരത്തിന് മേലും നമുക്ക് സാമാന്യന ഉയർന്ന നിയന്ത്രണ ശേഷിയുണ്ട്. അതേസമയം ലൈംഗിക വികാരം എന്ന് പറയുന്നത് അതല്ല. അത് സ്പർശനത്തിലൂടെയും ദർശനത്തിലൂടെയും ശ്രവണത്തിലൂടെയും ഉദ്ദീപിപ്പിക്കപ്പെടുന്ന അത്രയും സെൻസിറ്റീവായിട്ടുള്ള വികാരമാണ് ലൈംഗിക വികാരം എന്ന് പറയുന്നത്. ദൂരെ നിൽക്കുന്ന ഒരു പെണ്ണിനെ നോക്കിയാൽ ഒരു പുരുഷന്റെ മനസ്സിൽ ഒരുപാട് ആന്തോളനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ലൈംഗിക വികാരത്തിൻ്റെ പ്രത്യേകത. അത്രയും സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ലൈംഗിക വികാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ ലൈംഗിക വികാരത്തിനുള്ള ഒരു പ്രത്യേകത, ഒരു സ്ത്രീ നഗ്നമായിട്ട് നിന്നാൽ
പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ലൈംഗിക വികാരം പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. അതേസമയം ഒരു പുരുഷൻ നഗ്നനായി നിൽക്കുന്നത് കണ്ടാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്രയും ലൈംഗിക വികാരം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടില്ല എന്ന് മാത്രം, ഉദ്ദീപിപ്പിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അവൾക്കൊരു പക്ഷേ അറപ്പായിരിക്കും ഉണ്ടാവുക. ഇതാണ് അവർ തമ്മിലുള്ള ലൈംഗിക വികാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികമായ വികാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വ്യത്യസ്തമായ മാനങ്ങളും ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. അത് സംബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവരീ പറയുന്നത് പോലെ ഒന്നുമല്ല. അതുപോലെ തന്നെ പുരുഷന് ലൈംഗിക വികാരം വളരെ കൂടുതലാണ്. സ്ത്രീയേക്കാൾ കൂടുതലാണ് പുരുഷന്റെ ലൈംഗിക വികാരം എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞതുപോലുള്ള ആ അളവിലുള്ള ഒരു ആത്മനിയന്ത്രണ ശേഷി ലൈംഗികതയുടെ കാര്യത്തിൽ വേണ്ടത്ര അളവിൽ പുരുഷന്മാർക്ക് ഉണ്ടാകണമെന്നില്ല. നമുക്ക് വിശപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടെങ്കിൽ തന്നെയും, നമ്മുടെ മുൻപിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത് എടുക്കാതിരിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, നമുക്ക് വിശപ്പുണ്ട്, നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ നല്ല വിശപ്പുണ്ടെന്നിരിക്കട്ടെ, നല്ല വിശപ്പുള്ളപ്പോൾ തന്നെ നമ്മുടെ സഹോദരൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ബിരിയാണി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും തട്ടിപ്പറിയോ? നമ്മളാരോ തട്ടിപ്പറിക്കില്ല. നമുക്ക് ദാഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന വെള്ളം നമ്മൾ തട്ടിപ്പറിക്കോ? അല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ കയറി മോഷ്ടിക്കോ? നമുക്ക് ദാഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടയിൽ കയറി ബോട്ടിൽ വാട്ടർ നമ്മൾ മോഷ്ടിച്ചെടുക്കോ? ഇല്ലല്ലോ. ഇവിടെ ഒക്കെ നമുക്ക് സാമാന്യന ഉയർന്ന ആത്മനിയന്ത്രണ ശേഷിയുണ്ട്. അതേസമയം ലൈംഗിക വികാരത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ആത്മനിയന്ത്രണ ശേഷി നമുക്ക് ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ്, ലൈംഗിക പീഡനം എന്നൊക്കെ പറയുന്ന സംഗതി ഇവിടെ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് വൃദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് ICUയിൽ കിടക്കുന്ന രോഗി ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെട്ട ശവശരീരത്തെ പോലും ആളുകൾ ഉപേക്ഷിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെയും ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതത്തിൻ്റെ പുരോഹിതന്മാരും ഇതിനകത്ത് പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ളവരും തുറകളിലുള്ളവരും ഇതിൻ്റെ പേരിൽ പലപ്പോഴും പിടിക്കപ്പെടുന്നതും അവർക്ക് മന്ത്രിസ്ഥാനമടക്കം അവർ വഹിക്കുന്ന സ്ഥാനങ്ങളും സ്റ്റാറ്റസും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി പോലും പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഭീകരമായ സെക്ഷൽ ഹരാസ്മെൻറ്റും സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചും നമുക്ക് വായിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും ലൈംഗിക വികാരം മൂത്ത് എക്സ്പ്രസീവായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന വിചാരമൊന്നും നമുക്കുണ്ടാകേണ്ടതില്ല. പക്ഷേ ലൈംഗിക വികാരത്തിന് ഞാൻ ഈ പറഞ്ഞതും ഞാൻ പറയാത്തതുമായ ഒട്ടേറെ സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട്. അത് സ്ത്രീയുടെ ലൈംഗിക വികാരത്തിനും പുരുഷന്റെ ലൈംഗിക വികാരത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. രണ്ടും ഒരുപോലെ നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംഗതി, ഇത്രയും ഈ പ്രത്യേകതകളൊന്നും ഇവിടുത്തെ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതല്ല. ഈ പ്രത്യേകതകളൊന്നും 6-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും പുണ്യപുരുഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതല്ല. ഏതെങ്കിലും ആധുനിക മതപുരോഹിതനും പറഞ്ഞതല്ല. മറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും ചുറ്റുവട്ടം നിരീക്ഷിച്ചാൽ, ബോധപൂർവം നിരീക്ഷിച്ചാൽ, പഠനാർഹമായ ബോധത്തോടുകൂടി നിരീക്ഷിച്ചാൽ നമുക്കിത് മനസ്സിലാവുകയും ചെയ്യുന്ന വികാരങ്ങളാണത്. അതുകൊണ്ട് ഇത് പരിഗണിക്കാതെയുള്ള, ഈ വസ്തുതകൾ പരിഗണിക്കാതെയുള്ള ഏതൊരു നീക്കവും പരാജയത്തിലേ കലാശിക്കും. ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലും അവതരിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കാതെ സ്ത്രീയും പുരുഷനും, ആൺകുട്ടിയും പെൺകുട്ടിയും കേവലം 2 വ്യക്തികളാണ് എന്ന കാഴ്ചപ്പാടിലാണ് അവതരിപ്പിക്കുന്നത്. അവർ 2 വ്യക്തികളാണ്, സ്ത്രീയും പുരുഷനാണെന്നേ ഉള്ളൂ, 2 വ്യക്തികളാണ് എന്നുള്ള നിലക്കാണ് അവതരിപ്പിക്കുന്നത്. ഇത് വളരെ ബോധപൂർവമായ അത്ര നിഷ്കളങ്കമായ അവതരണം അല്ലാതെ പറയുമ്പോൾ പുരുഷാധിപത്യത്തിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. യഥാർത്ഥത്തിൽ അത്
ഏതൊരു പുരുഷാധിപത്യമാണോ അവസാനിപ്പിക്കാൻ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത്, ആ പുരുഷാധിപത്യത്തിന്റെ കുടില തന്ത്രമാണ് സ്ത്രീയും പുരുഷനും രണ്ട് വ്യക്തികൾ മാത്രമാണ് എന്ന വസ്തുത. സ്ത്രീയും പുരുഷനും രണ്ട് വ്യക്തികളാണ് എന്ന് പറയുന്നത് അപകടകരമാണ്. കേവലം രണ്ട് വ്യക്തികളാണ് എന്ന് പറയുന്നത് അപകടകരമാണ്. അവർ പരസ്പരം ആകർഷിക്കുന്ന രണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർ പരസ്പരം ആകർഷിക്കുന്ന വ്യക്തികളാണ് എന്ന വിലയിരുത്തലിൽ മാത്രമേ അവരെക്കുറിച്ചുള്ള ചർച്ചയും അവരെക്കുറിച്ചുള്ള ഏതൊരു തത്വവും സമീപനവും ശരിയാവുകയുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അത് ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ആണുങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കട്ടെ, അതിന് ആണുങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഞാനത് മിമ്പറിൽ സൂചിപ്പിച്ചതാണ്. ഒരു ചർച്ചയിൽ ഒരു സിനിമാ നടിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ചോദിക്കുന്നത്, ആൺകുട്ടി അല്ലെങ്കിൽ പുരുഷനെ ഹഗ് ചെയ്യുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ആൺകുട്ടിയെ ഹഗ് ചെയ്യുന്നതിൽ, അഥവാ വാരിപ്പുണരുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പെൺകുട്ടിയെ ഹഗ് ചെയ്യുന്നതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. എന്നിട്ട് അവർ പറയും, എനിക്ക് മനസ്സിലാകാത്തത് പിന്നെങ്ങനെയാണ് ആണും പെണ്ണും തമ്മിലുള്ള ഹഗ്ഗിങ് വളരെ മോശമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നാണ് ആ സിനിമാ നടി പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആണും തമ്മിൽ ഹഗ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പെണ്ണും തമ്മിൽ ഹഗ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പിന്നെ ആണും പെണ്ണും തമ്മിൽ ഹഗ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് ഇവർ ചോദിക്കുന്നത്. നമുക്ക് അവരോട് പറയാനുള്ളത്, ഒന്നാമത് പഞ്ചസാര പാത്രം തുറന്നു വച്ചതിന് ശേഷം ഉറുമ്പ് എന്തിനാ അവിടെ വരുന്നത് എന്ന് ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. പഞ്ചസാര പാത്രം തുറന്നു വച്ചാൽ ഉറുമ്പ് അവിടെ വരും. പഞ്ചസാര പാത്രം തുറന്നു വെച്ചിട്ട് ഉറുമ്പ് അവിടെ വരുമ്പോൾ ഞാൻ പഞ്ചസാര പാത്രത്തിന്റെ മൂടിയല്ലേ തുറന്നു വെച്ചോളൂ, അതിന് ഈ ഉറുമ്പെന്തിനാണ് അവിടെ വന്നത് എന്ന് ചോദിക്കുന്നത് പഞ്ചസാരയുടെ സ്വഭാവത്തെക്കുറിച്ചോ ഉറുമ്പിന്റെ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും ഈ പറയുന്ന ആൾക്ക് യാതൊരു ധാരണയുമില്ല എന്നാണ് നമുക്കത് സംബന്ധമായിട്ട് പറയാനുള്ളത്. കറിച്ചട്ടിയിൽ മീൻ തുറന്നു വെച്ചതിന് ശേഷം പൂച്ച എന്തിനാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ആ ചോദിക്കുന്ന ആൾക്ക് പൂച്ചയെക്കുറിച്ചും അറിയാൻ പാടില്ല, മത്സ്യത്തിന്റെ സ്വഭാവം അറിയാൻ പാടില്ല, പൂച്ചയുടെ സ്വഭാവം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. വിവരം കെട്ട ചോദ്യമാണത്. അപ്പൊ അതുപോലുള്ളൊരു ചോദ്യമാണ്, ഞങ്ങൾ എങ്ങനെയും വസ്ത്രം ധരിക്കട്ടെ, പുരുഷന്മാർക്ക് എന്താ കാര്യം, പുരുഷന്മാർ അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവരോട് നമുക്ക് പറയാനുള്ളത്, ഒന്നുകിൽ ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾക്ക് സ്ത്രീയെയും പുരുഷനെയും കുറിച്ചും അറിയാൻ പാടില്ല, അവരുടെ ലൈംഗിക വികാരത്തിന്റെ പ്രത്യേകതകളും അവർക്കറിയാൻ പാടില്ല. ഒരു കാരണം അതാണ്. അതല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് HSDD എന്ന് പറയുന്ന കംപ്ലൈന്റ് ഉണ്ട്. ഹൈപ്പോ ആക്റ്റീവ് സെക്ഷൽ ഡിസയർ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഡിസോർഡറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാവില്ല. എന്താണ് ലൈംഗിക വികാരം, അത് പുരുഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് സ്ത്രീയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും ഇവർക്കറിയാൻ പറ്റില്ല. അവർ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, കാരണം അവർക്കറിയില്ല. അതല്ലാതെ സാമാന്യന വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി അത് തന്നെയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നാണ് നമ്മളത് സംബന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു പുരുഷൻ പറയോ? ഈ സ്ത്രീ നടി ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, സ്ത്രീകൾ ചോദിക്കുമ്പോൾ പുരുഷന്മാർ ഇത് ചോദിക്കോ? പുരുഷന്മാർ ചോദിക്കില്ല, ഒരു പുരുഷനും ചോദിക്കില്ല. നമ്മളോട് ഏതെങ്കിലും പുരുഷന്മാർ പറയോ അവരെങ്ങനെയും നടക്കട്ടെ എന്ന്, നിങ്ങളെന്തിനാ അങ്ങോട്ട് നോക്കാൻ നിൽക്കുന്നത് എന്നൊരു പുരുഷൻ പറയോ? പറയില്ല. ഇനി ഏതെങ്കിലും പുരുഷൻ പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അയാൾക്കും അറിയില്ല എന്താണ് ലൈംഗിക വികാരം എന്ന് അയാൾക്കും അറിയില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളും ആ ചോദ്യം ചോദിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന വികാരമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വളരെ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന വികാരമായതുകൊണ്ട് തന്നെയാണ് ഇത് എവിടെയൊക്കെയോ ഉദ്ദീപിപ്പിക്കപ്പെടുന്നുണ്ടോ, അതിനുള്ള സാഹചര്യമുണ്ടോ, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലൈംഗിക വികാരങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ വസ്ത്രം പ്രശ്നമാകുന്നത്, അതുപോലെ തന്നെ പോൺ വീഡിയോസ് പ്രശ്നമാകുന്നത്,
അതുപോലെ തന്നെ അമിതമായ സ്ത്രീ പുരുഷ ഇടകലരുകൾ പിന്നെ പ്രശ്നമാകുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായി പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ഹേമ കമ്മിറ്റി പറഞ്ഞത്? ഹേമ കമ്മിറ്റിയിലെ 3 അംഗങ്ങളിൽ ഒരാളാണ് ശാരദ എന്ന് പറയുന്ന നടി. ഈ ശാരദ എന്ന് പറയുന്ന നടി 1959 മുതൽ സിനിമാ രംഗത്തുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 3 തലമുറകളുമായി ബന്ധപ്പെട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ നടിയാണ് ശാരദ എന്ന് പറയുന്നത്. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 183 മുതൽ 189 വരെയുള്ള പേജുകളിൽ അവരുടെ അഭിപ്രായങ്ങളാണ് അതിനകത്തുള്ളത്. 3 പേരും 3 സെപ്പറേറ്റ് അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ല ഒന്നിച്ച് കൂട്ടിക്കലക്കി എഴുതുകയല്ല ചെയ്തിട്ടുള്ളത്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വസ്ത്രധാരണം ശരിയല്ല, സിനിമാ രംഗത്തുള്ള നടികളുടെ വസ്ത്രധാരണം ശരിയല്ല, അവർ മറക്കപ്പെടേണ്ട അവയവങ്ങളെക്കാൾ കൂടുതൽ തുറന്നു വയ്ക്കുകയാണ്, കൂടുതലായിട്ട് അവർ തുറന്ന് പ്രദർശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്തുള്ള മറ്റൊരു കമ്മിറ്റി അംഗം പറഞ്ഞത്, വളരെ നേർത്ത വസ്ത്രങ്ങളാണ് പലപ്പോഴും ക്യാരക്ടർ റോളിലേക്ക് സംവിധായകൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അയാൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, സ്ക്രിപ്റ്റുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് സംഗതികൾ അനാവശ്യമായി ഷൂട്ട് ചെയ്യും. ഇതൊന്നും സിനിമയിൽ വരില്ല. ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവരുടെ ശരീരം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഷൂട്ട് ചെയ്യുന്നതാണ്. എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ഈ സ്ത്രീകൾക്കും കഴിയാറില്ല. കാരണം അവർക്ക് വേണ്ടത് പ്രശസ്തിയാണ്, അവർക്ക് വേണ്ടത് പണമാണ്, അവർക്ക് വേണ്ടത് സെലിബ്രിറ്റി ആകലാണ്. അപ്പൊ പിന്നെ ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അമ്മമാർക്ക് പോലും പ്രശ്നമില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അത് പറഞ്ഞതാണ്. അപ്പൊ ഇതെവിടെയൊക്കെ ഉദ്ദീപിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹേമ കമ്മിറ്റി കണ്ടെത്തിയ വളരെ സുപ്രധാനങ്ങളായ 5 ഫൈൻഡിങ്സ് ഉണ്ട്. അതിലൊന്നാണ് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന പ്രവണത നിലനിൽക്കുന്നു. വളരെ വൃത്തികെട്ട പ്രവണത നിലനിൽക്കുന്നു. അഥവാ കിടക്ക പങ്കിടുക എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. അത് 1920 മുതൽ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഹേമ കമ്മിറ്റിയിലും അവർ കൃത്യമായി പറയുന്നുണ്ട്, മലയാള ഫിലിമുകളിലും മലയാളം ഇൻഡസ്ട്രിയിലും ഇതുണ്ട് എന്ന്. രണ്ടാമത്തേത് അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് എന്ന് പറയുന്ന പദങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിൽ വ്യാപകമാണ്. മറ്റൊന്ന്, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന നടിമാരെ കുറിച്ച് കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നു. നാലാമത്തേത്, നടിമാർ താമസിക്കുന്ന റൂമുകളുടെ വാതിലുകളിൽ എപ്പോഴും രാത്രി നിരന്തരമായി മുട്ടലുകൾ ഉണ്ടാകുന്നു. അഞ്ചാമത്തേത്, സിനിമാ ഇൻഡസ്ട്രിയിൽ നടന്മാർ പലരും മദ്യപിച്ചും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് അവിടെ വരുന്നത്. ഇത് വളരെ സുപ്രധാനമായ 5 ഫൈൻഡിങ്സ് ആണ്. വേറെയുമുണ്ട്. ഞാൻ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്? ഇത് നിലനിൽക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു വസ്തുത ഇതിനെ സാധൂകരിക്കുന്നുണ്ട്. അഥവാ ഇതിനെ എവിടെയെല്ലാം ലൈംഗിക വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന രംഗങ്ങളും ചുറ്റുപാടുകളുമുണ്ടോ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിനിമാ ഫീൽഡിലാണ്, സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ ശരീരം കാണാനും ആസ്വദിക്കാനുമുള്ള സാധ്യത കൂടുതലുള്ളത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലാണ്. അതുപോലെ തന്നെ സ്ത്രീ ശരീരം സ്പർശിക്കാനും ദർശിക്കാനുമുള്ള സാധ്യത കൂടുതലുള്ളത് അവിടെയാണ്. സ്ത്രീ പുരുഷന്മാരുടെ അമിതമായ മിംഗിളിംഗ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയുന്നത് നടി ശാരദയാണ്. അമിതമായ മിംഗിളിംഗ്. അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും തട്ടിയും മുട്ടിയും നടക്കുന്ന സാധ്യത കൂടുതലുള്ളത് സിനിമാ ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ടാണ് നടികൾ താമസിക്കുന്ന വാതിലിലും തട്ടലും മുട്ടലും ഉണ്ടാകുന്നത്. ഈ തട്ടലും മുട്ടലിനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതുകൊണ്ട് അവർ കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിലിലും ഈ തട്ടലും മുട്ടലും കൂടുതലാണ്. അത് സ്വാഭാവികമാണ്. ഈ അതിരുകളൊന്നും ഇല്ലാതെ നമസ്കരിക്കുന്നവർ കൂടിയാലും ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നവരൊന്നും കൂടി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഈ നിയന്ത്രണങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ച ഈ നിയന്ത്രണങ്ങളൊന്നും, അല്ലെങ്കിൽ മാനുഷികമായി ഒരു എത്തിക്സ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ടാണല്ലോ നടി ശാരദക്ക് ഇത് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥ വത്സലകുമാരിക്ക് ഇത് പറയേണ്ടി വന്നത്, അവർക്ക് എഴുതേണ്ടി വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഏതെങ്കിലും ഒരു മതപുരോഹിതനാണ് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ 6-ാം നൂറ്റാണ്ടിലേക്ക് പറഞ്ഞേക്കൂലേ? അവരുടെ റിപ്പോർട്ടിൽ
വളരെ കൃത്യമായി ഇംഗ്ലീഷിൽ എഴുതി വച്ചിട്ടുള്ളതാണിത്. ഇതിവിടുത്തെ ഏതെങ്കിലും മതപുരോഹിതനൊരു പകുതി പറഞ്ഞാൽ അയാൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണെന്ന് ഈ സമൂഹം മൊത്തം പറയും. അപ്പൊ അത്രയും അപകടകരമായ സംഗതികൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ അതിന്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അതായത് രാജ്യത്ത് ലൈംഗിക പീഡനങ്ങൾ, സെക്ഷൽ ഹരാസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, കയ്യേറ്റങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ ഒന്നും ഇത്രയും കയ്യേറ്റങ്ങൾ, അന്നും വികാരമുണ്ട്, ലൈംഗിക വികാരമൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയും യൂട്യൂബിലൂടെ പോൺ വീഡിയോയും അതുപോലെ തന്നെ അശ്ലീല ചിത്രങ്ങളും വ്യാപകമായ ആളുകളുടെ കൈകളിൽ എത്താൻ തുടങ്ങിയ നാൾ മുതലാണ് ഇത്തരം പീഡനങ്ങളും നമ്മുടെ സമൂഹത്തിൽ, ലോകത്ത് വർദ്ധിച്ചിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടു കഴിയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ ലൈംഗിക വികാരം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആകും, ഉദ്ദീപിപ്പിക്കപ്പെടും. പിന്നെ അവൻ ചിന്തിക്കുന്നത് പ്രായോഗികമായി എവിടെ നടപ്പാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയാണ് സ്വന്തം ബന്ധു കുട്ടികളെപ്പോലും പിടിച്ച് ലൈംഗികമായിട്ട് കയ്യേറ്റം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ICUവിൽ കിടക്കുന്ന രോഗിയെപ്പോലും ഡോക്ടർ കയ്യേറ്റം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയെ പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കയ്യേറ്റം ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ആ വികാരം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് വ്യാപകമായി നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിക്കാൻ തുടങ്ങിയ നാൾ മുതലാണ് ലൈംഗിക പീഡനങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീയെയും പുരുഷനെയും കേവലം 2 വ്യക്തികളായി നോക്കിക്കാണുന്ന സമീപന രീതിയെ ശരിയല്ല. അവർ 2 വ്യക്തികളാകുന്നതോടൊപ്പം തന്നെ അവർ പരസ്പരം ആകർഷണമുള്ള 2 വ്യക്തികളാണ് എന്ന വലിയ ഒരു തിരിച്ചറിവിൽ നമ്മൾ എത്തുകയും അതനുസരിച്ച് ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യണം. ഇവിടെയാണ് വിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായ ഒരു കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശദമായി പറയാൻ സമയമില്ല, 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തത്, ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. വാൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യാൻ പ്രായമായ ആളുകളെ നിങ്ങൾ വിവാഹിതരാക്കി മാറ്റണം, കല്യാണം കഴിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അത് ഇതിൻ്റെ ഭാഗമാണ്, ഇത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ആണുങ്ങളോട് പറഞ്ഞു, സത്യവിശ്വാസികളായ ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങളുടെ ലൈംഗികമായ അവയവങ്ങൾ നിങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കണം, അനധികൃതമായ മാർഗത്തിലേക്ക് നിങ്ങൾ പോകരുത്. കണ്ണ് താഴ്ത്തണമെന്ന് പറഞ്ഞാൽ കീപ്പോട്ട് നോക്കി നടക്കണമെന്നല്ല, അനാവശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നാൽ സൈറ്റാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. കാഴ്ചയാണ് ഇത്തരത്തിലുള്ള വ്യഭിചാരത്തിലേക്കുള്ള, അഡൾട്ടറിയിലേക്കുള്ള, സെക്സിലേക്കുള്ള ഒന്നാമത്തെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ നിങ്ങൾ പവിത്രമായി സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം തൊട്ടുടനെ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ ശിരോവസ്ത്രം നിങ്ങൾ മാറിടത്തിലേക്ക് നിങ്ങൾ വലിച്ചിടണം. ഇസ്ലാമിൻ്റെ വളരെ സുപ്രധാനമായൊരു നിർദ്ദേശമാണത്. പെണ്ണിന്റെ മാറിടം, ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിൽക്ക് ടാങ്ക് മാത്രമോ അതല്ലെങ്കിൽ ഒരു മിൽക്ക് ഫീഡിംഗ് ഓർഗൻ മാത്രമോ അല്ല, അതൊരു സെക്ഷൽ ഓർഗൻ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ തട്ടൻ മാറിടത്തിലേക്ക് വലിച്ചിടണമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ ഈ സെക്ഷൽ സൈക്കോളജി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അശ്ലീലമായ ദൃശ്യങ്ങൾ കാണരുത്, സത്യവിശ്വാസികൾ അതിന് സാക്ഷ്യം വഹിക്കരുത്, നിങ്ങൾ ആണും പെണ്ണും നിങ്ങൾ ഒറ്റക്കായി പോകരുത്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരെയും അടിച്ചമർത്താനല്ല, മനുഷ്യന്റെ ലൈംഗിക വികാരത്തെക്കുറിച്ച് അത് സൃഷ്ടിച്ച പടച്ചതമ്പുരാന് നല്ല ധാരണയുള്ളത് കൊണ്ടാണ്. അത് ലംഘിച്ച് നമ്മൾ പോയാൽ കുടുംബം തകർച്ചയിലേക്കും അരാജകത്വത്തിലേക്കും പോകും. അത് കൂടുതലുള്ള സിനിമ ഇൻഡസ്ട്രി തന്നെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ലൊരു ശതമാനം നടന്മാരുടെയും നടിമാരുടെയും കുടുംബജീവിതം തകർച്ചയിലാണ്, തകർച്ചയുടെ വക്കിലാണ്. ഈ മിനിഞ്ഞാത്ത പത്രത്തിൽ പോലും ഇന്ത്യയിലെ ബോളിവുഡിലെ ഏറ്റവും വലിയൊരു നടന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പത്രത്തിലുണ്ട്.
ഇതൊക്കെ ഫെയിലാകുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ മർമ്മം ഇവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഖുത്ബ അവസാനിപ്പിച്ചത് പറഞ്ഞുകൊണ്ടാണ്, ദൈവബോധവും പരലോകബോധവും ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. ഇസ്ലാമിൻ്റെ ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. നമ്മുടെ കുടുംബജീവിതം വളരെ മനോഹരവും അതുപോലെ തന്നെ സൗന്ദര്യാത്മകവും ആസ്വാദ്യകരവുമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.